അമ്മയെന്ന ആശ്രയത്തിൽ സങ്കേതത്തിൽ ചേർത്ത് വെച്ചപ്പോൾ അമ്മ ആ പുരോഹിതനെ നെഞ്ചോട് ചേർത്തു. അൽമാരായ നമ്മളെ വിശ്വാസികളായ നമ്മൾ എപ്പോഴും തിരിച്ചറിയണം, പരിശുദ്ധ അമ്മയുടെ നെഞ്ചോട് എപ്പോഴും ചേർത്ത് വയ്ക്കുന്ന രണ്ട് വിഭാഗങ്ങളാണ് വൈദികരും സന്യസ്തരും. അവരെ ഏറ്റവും സ്നേഹത്തോടെ പരിശുദ്ധ അമ്മ നെഞ്ചോട് ചേർക്കുന്നു. കാരണം തൻ്റെ പുത്രൻ സ്ഥാപിച്ച ഏകവും പരിശുദ്ധവും ശ്ലൈകികവും സാർവത്രികവുമായ സഭയെ, ആ സഭയെ നയിക്കേണ്ട ദൈവീക ജ്ഞാനത്തിൻ്റെ നിറവും ദൗത്യവും നൽകി അവരെ അയക്കുകയാണ്, പ്രത്യേകിച്ച് വൈദികര്. അതിനോട് ചേർന്ന് തന്നെ സഭയുടെ പ്രാർത്ഥന നിറവാക്കി ഉജ്ജ്വലമായി നയിക്കുവാൻ വേണ്ടി ചേർത്ത് പിടിച്ച് സന്യസ്ത ഗണങ്ങളെയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയെ ആഹ്വാനം ചെയ്യുന്നൊരു കാര്യമുണ്ട്. ലാസലറ്റിൽ അമ്മ പറഞ്ഞ കാര്യം ഇതാണ്: എൻ്റെ വൈദികരെയും സന്യസ്തരെയും ഓർത്ത് അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ, വ്യക്തി ജീവിതങ്ങളെ എൻ്റെ തിരുപുത്രൻ വിശേഷ വിധിയായി അനുഗ്രഹിക്കും. മാത്രമല്ല, ആരെങ്കിലും എൻ്റെ വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി നിരന്തരം സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ തലമുറകൾ മുഴുവൻ അനുഗ്രഹിക്കപ്പെടാൻ എൻ്റെ പുത്രനോട് ഞാൻ മാധ്യസ്ഥം അപേക്ഷിക്കും. വലതുകരമൂർത്തി ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിന് അന്ധകാര ശക്തിയായ ദുഷ്ടൻ കടന്നു കയറി നമ്മെ കെണിയിൽ വീഴ്ത്തുന്ന ഒരു കാര്യമുണ്ട്. എന്നറിയോ? അത് മറ്റൊന്നുമല്ല, വൈദികരെ, സന്യസ്തരെ, മെത്രാന്മാരെ, കർദ്ദിനാൾമാരെ ഒക്കെ നമ്മൾ അധരം തുറന്ന് വിധിക്കുകയും വിമർശിക്കുകയും ഒക്കെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള ചില മാധ്യമ പ്രചരണങ്ങളും, ശരിയായിക്കൊള്ളട്ടെ തെറ്റായിക്കൊള്ളട്ടെ, നമ്മുടെ വിശ്വാസത്തെ ആടി ഉലയ്ക്കുന്ന രീതിയിലുള്ള ആശയങ്ങളും അവൻ കുത്തിവെക്കുകയാണ്. ഞാനിത് പറഞ്ഞു വരുന്നത്, വിശ്വാസികളായ പ്രത്യേകിച്ച് അൽമായരായ നമ്മൾ എളിമയോടെ കാണേണ്ട ഒരു കാര്യമുണ്ട്. മറ്റൊന്നുമല്ല, ഓരോ വൈദികനും എൻ്റെ ജീവിതം, എൻ്റെ ജനനം മുതൽ എൻ്റെ മരണവും മരണശേഷവും എനിക്ക് വേണ്ടി കൂടെ നിൽക്കുന്നവനാ വൈദികൻ. എന്ന് പറഞ്ഞാൽ, കൂദാശകളിലൂടെ എന്നെ സമ്പുഷ്ടമാക്കി, എന്നെ വളർത്തി, എന്നെ സ്വർഗത്തോളം ഉയർത്തുവാൻ എനിക്ക് വൈദികനെ വേണം. അപ്പോൾ എല്ലാ വിശ്വാസികളും തിരിച്ചറിയണം, വൈദികൻ എൻ്റെ സ്വന്തമാകണം, എൻ്റെ സ്വന്തമാണ് എന്ന് കരുതി വൈദികന് കുറവുകളില്ല എന്നൊരു ചിന്ത പാടില്ല. മറിച്ച് വൈദികരുടെ ബലഹീനതകളും കുറവുകളും അവരുടെ ചാഞ്ചാട്ടങ്ങളും സന്യസ്തരുടെ ഒരുപക്ഷെ വഴിയൊക്കെ ഒന്ന് ചഞ്ചലിപ്പെട്ടു പോകുന്ന അവസ്ഥകളൊക്കെ, പ്രിയമുള്ളവരെ, അവരെ നമ്മൾ വിധിക്കുകയല്ല, കുറ്റപ്പെടുത്തുകയല്ല, അവരുടെ നേരെ കല്ലെറിയുകയല്ല. മറിച്ച് നമ്മൾ എളിമയോടെ തിരിച്ചറിയണം, കർത്താവേ, എന്നെ നന്മയിലേക്ക് നയിക്കുവാൻ, എന്നെ വിശുദ്ധിയിലേക്ക് ഉയർത്തുവാൻ കുമ്പസാരം എന്ന കൂദാശ വഴി, പരിശുദ്ധ കുർബാന എന്ന ജീവന്റെ അപ്പം എനിക്ക് വിളമ്പിത്തരുന്ന എൻ്റെ വൈദികനെ കാത്തുകൊള്ളണമേ. എന്തെങ്കിലും ഇടർച്ച ഉണ്ടായാൽ ബലം കൊടുക്കണമേ കർത്താവേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട മനോഭാവത്തിൽ നമ്മൾ മാറ്റപ്പെടണം. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കുന്നില്ലേ, നമ്മളെ ദിവ്യകാരുണ്യത്തിൽ ഒരുക്കിയത് സന്യസ്തരാ. അവരുടെ ജീവിതവും അവരുടെ സേവനവും നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും മാധ്യമങ്ങൾ പുറത്തുവിടാത്ത എത്രയോ സേവനപരമായ, എത്രയോ ആതുര ശുശ്രൂഷയിൽ കുഷ്ഠരോഗികളെ, എയ്ഡ്സ് രോഗികളെ, നിർധനരായ ജീവിതങ്ങളെ എത്രയോ ഇടങ്ങളിലാ അവർ പരിചരിക്കുന്നത്, ശുശ്രൂഷിക്കുന്നത്. നമ്മൾ തിരിച്ചറിയണമേ, ഓരോ വൈദികനും ഓരോ സന്യസ്തയും സ്വർഗം നമുക്ക് നൽകിയ ദിവ്യമായ സ്വർഗീയ സമ്പത്താണെന്ന് തിരിച്ചറിഞ്ഞ് കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. അതുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊള്ളണമേ, ഏതെങ്കിലും ഒരു വൈദികനോ ഒരു സന്യസ്തയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് അസ്വസ്ഥത തോന്നുന്ന വാർത്തകൾ സ്വാഭാവികമാണ്. നമ്മൾ തിരിച്ചറിയുക, ആദിമ സഭ മുതൽ ഇങ്ങോട്ട് സഭയിൽ പ്രശ്നങ്ങളുണ്ട്.
സഭയിൽ സംഘർഷങ്ങളുണ്ട്, അഭിപ്രായ ഭിന്നതകളും വ്യത്യാസങ്ങളുമുണ്ട്. ബർണബാസും പൗലോസും തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ പരിഹരിക്കാനും ഇതൊക്കെ ക്രമീകരിക്കാനും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് അറിയാം. ഹല്ലേലൂയ. ഒരു വിശ്വാസിയും അവിടെ പോയി അതിനുവേണ്ടി അങ്ങനെ ചെയ്തു, ആ അച്ഛൻ ഇങ്ങനെ ചെയ്തു, ആ പിതാവ് ഇങ്ങനെയാണ് പറയേണ്ട ആവശ്യമില്ല. അഥവാ ഞാനും നീയും പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൻ്റെ ബ്ലോക്ക് അവിടെ ആരംഭിക്കുകയാണ്. എൻ്റെ പ്രശ്നങ്ങളിൽ അവിടെ നിഴൽ വീഴുകയാ, എനിക്കവിടെ കെട്ട് വീഴുകയാ. കാരണം അതിനെ ചോദ്യം ചെയ്യാൻ നമ്മൾ ആളല്ല. പ്രിയമുള്ളവരെ, ഒരു പുരോഹിതന്റെ വില നിശ്ചയിക്കാൻ നമ്മൾ വെറും കൃമികീടങ്ങൾ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. കാരണം അത് സ്വർഗത്തോളം പടർന്നു നിൽക്കുന്ന വടവൃക്ഷമാ പുരോഹിതൻ. അവന്റെ പൗരോഹിത്യം എന്നത് അത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റിയല്ല. അതുകൊണ്ടാ വിശുദ്ധ ജോൺ മരിയ വിയാനി പറഞ്ഞത്, ഒരു പുരോഹിതന്റെ വില ആ പുരോഹിതൻ അറിഞ്ഞാൽ പേടിച്ച് മരിച്ചു വീഴും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയണമേ, ഒരു വൈദികനെയോ ഒരു സന്യസ്തയോ ഞാൻ ഉള്ളതായിക്കൊള്ളട്ടെ ഇല്ലാത്തതായിക്കൊള്ളട്ടെ എന്താണെങ്കിലും ഞാൻ അത് സമർപ്പിക്കേണ്ടത് കർത്താവിൻ്റെ സന്നിധിയിലാണ്. ഹല്ലേലൂയ. എൻ്റെ ഈശോയെ, ഇങ്ങനെയൊക്കെ കേൾക്കുന്ന കർത്താവേ, ശരിയാണോ തെറ്റാണോ ഒന്നും അറിയത്തില്ല. മക്കളെ, നീ ഒന്നും അച്ഛനെ കുറിച്ച് പറയണ്ട കേട്ടോ, നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം കുറവുകളല്ല, എന്ത് വന്നാലും ശരി. അവരുടെ എന്തെങ്കിലും കുറവുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ ഈശോയെ, അത് എൻ്റെ പ്രാർത്ഥന കുറവാ, ഞങ്ങളുടെ കുടുംബത്തിലെ പ്രാർത്ഥന കുറവാ, ഞങ്ങളുടെ അച്ഛന് വേണ്ടി ഞങ്ങളുടെ സന്യസ്തയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചില്ല, അതുകൊണ്ട് പറ്റിപ്പോയതാ കർത്താവേ എന്ന് പറയുന്ന ഒരു എളിമയാണ് മാതാവ് ആഗ്രഹിക്കുക. അതാണ് യഥാർത്ഥ മരിയ ഭക്തി. കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഇത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല. അല്ല, നിങ്ങൾ ഒരുപക്ഷെ കരുതും ഈ പുള്ളി അച്ഛന്മാരുടെ കൂടെ നിന്നുകൊണ്ട് അച്ഛന്മാരെ പൊക്കി അല്ല പ്രിയമുള്ളവരെ, അല്ല, അതൊന്നും അല്ല. ഇത് പരിശുദ്ധ അമ്മയെ സ്നേഹിച്ചപ്പോൾ പരിശുദ്ധ അമ്മ നൽകിയ ഒരു ചിന്ത മാത്രമാണിത്. അല്ലെങ്കിൽ ഒരു അച്ഛനോട് എനിക്ക് പ്രത്യേക മമതയൊന്നുമില്ല. ഒരു കാര്യം വ്യക്തമാണ്, ഫ്രാൻസിസ് അസീസി ഒരിക്കൽ പറഞ്ഞു, ഒരു മാലാഖയും ഒരു വൈദികനും നടന്നു വന്നാൽ ഞാൻ ആദ്യം മുട്ടുകുത്തി വൈദികന്റെ പാദങ്ങൾ ചുംബിക്കും, കാരണം അവന്റെ കയ്യിലാണല്ലോ യേശു എഴുന്നള്ളി വരുന്നത്. ഹല്ലേലൂയ. അപ്പോ പ്രിയമുള്ളവരെ, ലോകത്ത് ഇതുപോലെ ഉന്നത സ്ഥാനീയരായി ആരാ ഉള്ളേ? സീറോ മലബാർ കർമ്മത്തില് കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരാമോ എന്നാണോ? പിന്നെ എങ്ങനെയാ? എഴുന്നള്ളി വരട്ടെ. ഇതാരാ ഈ വരട്ടെ എന്ന് പറയാൻ? പ്രിയമുള്ളവരെ, ഒരു പുരോഹിതന് അങ്ങനെ പറയാനുള്ള ഡെപ്ത് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ പുരോഹിതന്റെ ആഹ്വാനം കേട്ട് അപ്പോൾ പറന്നിറങ്ങാൻ, അപ്പോൾ ജ്വലിച്ചുണർന്നുയർന്ന് ഇറങ്ങി വരാൻ പരിശുദ്ധാത്മാവ് റെഡിയായിരിക്കുക. ഹല്ലേലൂയ. ഭൂമിയിലെ കേവലം നമ്മൾ കാണുന്ന ഒരു പുരോഹിതൻ പറയുക, കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ, അവിടെ വന്നു കഴിയുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ വിളിച്ചിറക്കാൻ കഴിവുള്ള വ്യക്തി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്റെ പാപങ്ങൾ ഞാൻ മോചിച്ചിരിക്കുന്നു, കണ്ടോ, അവിടെ എൻ്റെ പാപങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട് കളഞ്ഞു, തീർന്നു. ഇങ്ങനെ മനുഷ്യന് പറ്റുമോ? നമ്മുടെ ചിന്തയ്ക്ക് പറ്റുമോ? ബുദ്ധിക്ക് പറ്റുമോ? ഈ വൈദികരെ ഒരുക്കുന്നവൾ വൈദികരുടെ രാജ്ഞിയായ മറിയമാണ്, കന്യകളുടെ രാജ്ഞിയായ മറിയമാണ്. ഇത് ഞാൻ പറയാൻ ആഗ്രഹിച്ചതല്ല, പക്ഷേ പരിശുദ്ധാത്മാവ് പറയിപ്പിച്ചതാണ്, ഞാൻ തിരിച്ചറിയുന്നു. ഇനി ഈ നമ്മൾ ഇതൊക്കെ സ്വായത്തമാക്കാനുള്ള ദൈവിക ജ്ഞാനം സംലഭ്യമാകുവാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ജപമാല പ്രാർത്ഥന. പെട്ടെന്ന് ഒരു പ്രേരണ കൊണ്ട് ഞാനത് പറഞ്ഞു പോവുകയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഹ്യൂഗ് പറയുന്നു, പരിശുദ്ധ കന്യകയ്ക്ക് എന്തെങ്കിലും സമർപ്പിക്കാനായി ഞാൻ എന്നെ തന്നെ വിൽക്കേണ്ടി വന്നാലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. അങ്ങനെ ചെയ്യാതെ തന്നെ ദിവസവും കൊന്ത ചൊല്ലി പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാമല്ലോ, അത് തന്നെയാണ് പരിശുദ്ധ അമ്മയും ആവശ്യപ്പെടുന്നത്. വാഴ്ത്തപ്പെട്ട അലൻ പറയുന്നു, പരിശുദ്ധ ജപമാല എണ്ണമറ്റ അനുഗ്രഹങ്ങളുടെ വേരും കലവറയുമാണ്.
വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പറയുന്നു, ജപമാല ചൊല്ലുക എന്നാൽ മറിയത്തോടൊപ്പം യേശുവിൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ധ്യാനിക്കുക എന്നല്ലാതെ മറ്റൊന്നുമല്ല. ദൈവാനുഗ്രഹം ലഭിക്കാനുള്ള ഏറ്റവും അത്ഭുതകരമായ ഉപാധിയാണത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ വീണ്ടും പറയുന്നു, മറിയത്തിൻ്റെ വിശുദ്ധ ജപമാല നമ്മെ ദൈവത്തോട് ബന്ധിപ്പിക്കുന്ന മധുരമായ ചങ്ങല. 11-ാം പീയൂസ് പാപ്പ, നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിലും കുടുംബത്തിലും ഹൃദയത്തിലും സമാധാനം ആഗ്രഹിക്കുന്നെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഒരുമിച്ചു ജപമാല ചൊല്ലുക. വിശുദ്ധ 10-ാം പീയൂസ്, കുടുംബ സമാധാനത്തിന് ജപമാല ഭക്തി അനിവാര്യമാണ്. മഹാനായ വിശുദ്ധ ഗ്രിഗറി, പാപത്തെ നശിപ്പിക്കുന്നതിനും ദൈവത്തിൻ്റെ വരപ്രസാദം വീണ്ടെടുക്കുന്നതിനുമുള്ള ഏറ്റവും അത്ഭുതകരമായ മാർഗമാണ് ജപമാല. വിശുദ്ധ ഹ്യൂഗ്, ജപമാല ചൊല്ലുക എന്നത് എനിക്ക് ഏറ്റവും സന്തോഷകരമായ കൃത്യവും എൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും ശുദ്ധമായ ആനന്ദവുമാണ്. വിശുദ്ധ ഫ്രാൻസിസ് ഡെ സാലസ്, ജപമാല പ്രാർത്ഥന കൊണ്ട് യഥാർത്ഥ ഫലം ലഭിക്കണമെങ്കിൽ അത് ചൊല്ലേണ്ട രീതിയിൽ ചൊല്ലണം. ഹല്ലേലൂയ. കൊന്ത എത്തിക്കുന്നതിലല്ല പ്രിയമുള്ളവരെ, അർത്ഥമറിഞ്ഞ് ഭക്തിയോടെ ശ്രദ്ധയോടെ നമ്മൾ ജപമാല അർപ്പിക്കുമ്പോഴാണ് അത് സജീവത ഉണ്ടാവുക, ജീവനുണ്ടാവുക. എന്ന് പറഞ്ഞാൽ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെല്ലാം ഇങ്ങനെ ചെയ്യുന്നതിന് ഞാൻ അറിയാം, എങ്കിൽ പോലും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കൽ വിശുദ്ധ മെറ്റിൽഡയ്ക്ക് ഈശോ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. പുഞ്ചിരി തൂകി ജപമാല ചൊല്ലിക്കൊണ്ടിരുന്ന മെറ്റിൽഡയുടെ അടുത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ടു. മെറ്റിൽഡ നല്ല ധൃതിയിൽ ജപമാല ചൊല്ലുകയായിരുന്നു. പ്രത്യക്ഷപ്പെട്ടിട്ട് മാതാവ് മെല്ലെ പുഞ്ചിരി തൂകി. എന്നിട്ട് മെറ്റിൽഡയോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഉടനെ മെറ്റിൽഡ പറഞ്ഞു, അമ്മേ, അമ്മ പറയുന്ന കാര്യമൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഉടനെ മാതാവ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ മെറ്റിൽഡ, നീ ഇപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും എനിക്കും ഒന്നും മനസ്സിലായില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വിശുദ്ധ അൽഫോൻസ് ഇഗോരി പറയുന്നു, അലസമായി അലക്ഷ്യമായി ഉറക്കം തൂങ്ങി കോട്ടുവായിട്ട് നീ ജപമാല അർപ്പിക്കുമ്പോൾ പരിശുദ്ധ ത്രിത്വത്തെയും പരിശുദ്ധ മറിയത്തെയും അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നീ നിന്റെ സ്വകാര്യ കാര്യങ്ങളെ അതിപ്രധാനമായി കാണുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ അലസമായിരുന്നു മറുപടി പറയോ? ചേച്ചി എഴുന്നേറ്റ് നമ്മൾ അലസമായി മറുപടി പറയോ? മിണ്ടിയല്ലേ? ഇല്ല. നമ്മളുടെ പേഴ്സണാലിറ്റി, നമ്മുടെ വ്യക്തിത്വം, ആ ഇൻ്റർവ്യൂ ബോർഡ് എപ്പോഴും ഉജ്ജ്വല ശോഭ. നമ്മൾ ഇല്ലാത്തത് ഉണ്ടാക്കി വേണമെങ്കിൽ ഇരിക്കും, ഇല്ലേ? കാരണം നമ്മുടെ നോട്ടം, നമ്മുടെ ഡ്രസ്സിംഗ് കോഡ്, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ഭാഷ എല്ലാം. ഇനി നോക്കിക്കോ, ഒരു നേവി അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരനോ അല്ലെങ്കിൽ ഒരു പോലീസ് ട്രെയിനിങ് കോഴ്സ് നോക്കിയോ, അവിടെ അവര് മാർച്ച് പാസ്റ്റ് നടത്തുമ്പോൾ അവരുടെ സല്യൂട്ടൊക്കെ അടിക്കുമ്പോൾ അതിന് കൃത്യതയുണ്ട് പ്രിയമുള്ളവരെ. കരങ്ങളെടുക്കുക, അടിക്കുക, അതൊക്കെ കൃത്യമായ ചെയ്യുന്നത്. കാരണം അതൊക്കെ ഈ ലോകത്തിൻ്റെ നിയമസംഹിതകളാണ്. തീർച്ചയായും വേണം, അത് നല്ലതാണ്. പക്ഷേ നമ്മൾ പിതാവിനും പുത്രനും വയ്ക്കുന്നത് എങ്ങനെയാ? അല്ലേ? ചെറിയ കാര്യങ്ങൾ വിശ്വസ്തതയുണ്ടോ? പിതാവിനും പുത്രൻ എത്രയോ ആദരവോടെയാ ഒരു ത്രിത്വപൂർണ്ണ സമർപ്പണ സ്നേഹ ആരാധനയെ നമ്മൾ അർപ്പിക്കുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒരു സമ്പൂർണ്ണ പ്രാർത്ഥനയുടെ ഹ്രസ്വരൂപമാ, അല്ലേ? പക്ഷേ ഒരു പോലീസ് മേധാവിയുടെ അടുത്ത് പുള്ളി ഇങ്ങനെ അടിച്ചാൽ വിവരം അറിയും, വീട്ടിൽ പോയിരിക്കും. അതിന് കൃത്യതയുണ്ട്. ആ ഡ്രസ്സിംഗ് കോഡിന് കൃത്യതയുണ്ട്. മാർച്ച് പാസ്റ്റിലെ 10,000 നിന്നോട്ടെ, അവരുടെ ഓരോ ചുവടുവയ്പും കാണുമ്പോൾ കണ്ണിന് ആകർഷണമാണ്. പക്ഷേ നമ്മുടെ ദൈവം
ഇത്രമാത്രം നിന്ദനം ഏറ്റുവാങ്ങുന്ന സമയം നമ്മളാകുന്ന ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന് അത് ഞാൻ നമ്മുടെ ഒരു കൂട്ടായ്മയുടെ സ്വാതന്ത്ര്യത്തിൽ പറയുക കേട്ടോ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിനെ നമ്മുടെ ഓരോ നോക്കിലും വാക്കിലും നമ്മൾ ഇന്നും ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന എനിക്ക് തോന്നിപ്പോകുക. അതുകൊണ്ട് അമ്മ പറഞ്ഞ് കരഞ്ഞ് കണ്ണീർ പറ്റിയത്, മക്കളെ മാനസാന്തരത്തിലേക്ക് വാ, എൻ്റെ തിരുപുത്രന് അർഹിക്കുന്ന അംഗീകാരം നിങ്ങൾ കൊടുക്ക്. വലതുകരമൂർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ എല്ലാം പഠിപ്പിക്കും. ഇതൊക്കെ നമുക്ക് അറിയാവുന്നത് എങ്കിലും ഒരു പ്രേരണ കൊണ്ട് പറഞ്ഞു പോകുന്ന പ്രിയമുള്ളവരെ, പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് ജപമാലയുടെ പ്രയോജനങ്ങളും അനുഗ്രഹങ്ങളും. ഒന്ന്, ജപമാല പ്രാർത്ഥന നമ്മെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് ക്രമേണ നയിക്കുന്നു. ജപമാല പ്രാർത്ഥന ആത്മാക്കളുടെ പാപക്കറകൾ നീക്കി ശുദ്ധീകരിക്കുന്നു. ജപമാല നമുക്ക് എല്ലാ ശത്രുക്കളുടെയും മേൽ വിജയം നൽകുന്നു. ജപമാല പ്രാർത്ഥന പുണ്യ പരിശീലനം എളുപ്പമാക്കുന്നു. ജപമാല പ്രാർത്ഥന നമ്മെ ദൈവസ്നേഹത്താൽ ജ്വലിപ്പിക്കുന്നു. ജപമാല പ്രാർത്ഥന നമ്മെ വരപ്രസാദത്തിലും മേന്മയിലും സമ്പന്നമാക്കാൻ സഹായിക്കുന്നു. ജപമാല പ്രാർത്ഥന ദൈവ തിരുമുമ്പാകെ നമുക്കുള്ള കടങ്ങൾ വീട്ടുന്നതിന് നമ്മെ പ്രാപ്തമാക്കുന്നു. അതുപോലെ തന്നെ അയൽക്കാർക്കുള്ള കടങ്ങൾ വീട്ടുന്നതിനും അന്തിമമായി ജപമാല ദൈവത്തിൽ നിന്ന് എല്ലാ വരങ്ങളും നമുക്കായി നൽകുന്നു. പാപികൾക്ക് ക്ഷമ നൽകുവാൻ സഹായിക്കുന്നു. ദാഹിക്കുന്നവർക്ക് ആശ്വാസവും ഉണർവും നൽകുന്നു. ഇനിയും നമുക്കറിയാം, ഭൂവാസികൾക്ക് ആധ്യാത്മിക മാന്യം പ്രതിരോധിക്കുന്നുള്ള പരിശീലനം ലഭ്യമാകുന്നു. മരിച്ചവർക്ക് തങ്ങളുടെ പീഡകളിൽ മാധ്യസ്ഥ സഹായം ലഭ്യമാകുന്നു. ജപമാല പ്രാർത്ഥന അർപ്പിക്കുന്നവർക്ക് പ്രത്യേക സംരക്ഷണവും ഏറ്റവും മഹനീയമായ വരങ്ങളും കിട്ടും. അത് നന്മയും പുണ്യപ്രവർത്തികളും തഴച്ചു വളരുന്ന സഹായിക്കും. ആത്മാക്കൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ അളവറ്റ കരുണ ലഭ്യമാക്കും. ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്നും ലോക വ്യാപാരങ്ങളിൽ നിന്നും നമ്മുടെ ഹൃദയങ്ങളെ മാറ്റി ദൈവീകതയിലേക്കും നിത്യതയിലേക്കും ചേർത്ത് പിടിക്കും. ജപമാല പ്രാർത്ഥന വഴി നമുക്ക് അമ്മയ്ക്ക് അർപ്പിക്കുന്ന എല്ലാ ആത്മാക്കളും നശിക്കാതെ രക്ഷയിലേക്ക് ചേർന്നെടുക്കും. ഭക്തിയോടെ ജപമാല ചൊല്ലുകയും അതിൻ്റെ രഹസ്യങ്ങൾ ആഴത്തിൽ ധ്യാനിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും ദുരന്തങ്ങൾക്ക് അടിമപ്പെടുകയില്ല. അവർ ദൈവത്തിൻ്റെ ശിക്ഷാവിധിക്ക് ഇരയാവുകയില്ല. ഒരുക്കമില്ലാത്ത മരിക്കാനിടയാവുകയില്ല. അവരുടെ ജീവിതം നീതിപൂർവമെങ്കിൽ ദൈവവരപ്രസാദത്തിൽ നിലനിൽക്കുകയും നിത്യജീവിതം അർഹമാക്കുകയും ചെയ്യും. ഭക്തിയോടെ ജപമാല ചൊല്ലുന്നവർക്ക് ഇഹത്തിലും അന്ത്യസമയത്തിലും ദൈവത്തിൻ്റെ പ്രകാശവും പ്രസാദപരത്തിൻ്റെ പൂമഴയും ലഭ്യമാകും. അങ്ങനെ എത്രയോ വാഗ്ദാനങ്ങളാ, 15ഓളം വാഗ്ദാനങ്ങൾ വാഴ്ത്തപ്പെട്ട അലനും വിശുദ്ധ ഡൊമിനിക്കും വഴി പരിശുദ്ധ അമ്മ നമുക്കായി നൽകി. വലതുകരമൂർത്തി ഹല്ലേലൂയ. ഇത് ജപമാലയുടെ മഹനീയതയാണെങ്കിൽ, ജപമാല പ്രാർത്ഥന ക്രിസ്തുവിൻ്റെ മംഗളവാർത്ത ജനനവും പരസ്യജീവിതവും പീഡാസഹനവും മരണവും സംസ്കാരവും ഉത്ഥാനവും ഒക്കെ സാഘോഷം ധ്യാനിക്കുന്ന ഈ ജപമാല പ്രാർത്ഥന സാത്താൻ്റെ കുടീരങ്ങളെ തകർക്കുന്നതിനും സാത്താനീയ തിന്മകളെ ദൂരീകരിക്കുന്നതിനും ഉപയുക്തമാകുമെങ്കിൽ എത്രയോ വിലയോടുകൂടി ഈ ജപമാല നമ്മൾ പ്രചരിപ്പിക്കണം, നമ്മുടെ നിത്യജീവിതത്തിൽ അർപ്പിക്കണം. എത്രയോ ഭക്തിയോടെ, എത്ര ശ്രദ്ധയോടെ നമ്മൾ ഈ ജപമാലയുടെ സാക്ഷ്യങ്ങളായി മാറണം. വലതുകരമൂർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ജപമാല ആയുധമാണെങ്കിൽ അമ്മ മറ്റൊരു ആഭരണം കൂടി നമുക്കായി നൽകി. ആഭരണം എന്താണ്? കാണാവോ? ഇത് വെന്തിങ്ങ അഥവാ ഉത്തിരീയം. ഇവിടെ ഉത്തിരീയം ധരിച്ചിട്ടുള്ളവർക്ക് കരങ്ങൾ ഉയർത്തിക്കേ, കരങ്ങൾ വീശിക്കേ. ഹല്ലേലൂയ. ആദ്യമായിട്ടാണ് ഇത്രയധികം പേര് ഉത്തിരീയം അണിഞ്ഞ് കാണുന്ന ഒരു സദസ്സ്. കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. പ്രിയമുള്ളവരെ, തീർച്ചയായും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആഴമായ ബോധ്യമുണ്ടെന്ന് എനിക്കറിയാം. വളരെ നല്ലതാണ്. പണ്ടുണ്ടായിരുന്നതും ഇന്ന് മങ്ങി മറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ ഈ ഭക്തി വഴി, ഈ പാരമ്പര്യ വഴി, പ്രിയമുള്ളവരെ, അത് നിങ്ങൾ അനുവർത്തിക്കുന്നതിൽ ഉറപ്പ സ്വർഗീയ അമ്മ കർമ്മല മാതാവ് നെഞ്ചോട് ചേർത്ത് വെച്ച് നിങ്ങളെ താലോലിക്കും, നമ്മളെ താലോലിക്കുക തന്നെ ചെയ്യും. 1241 സഭ മതമർദ്ദകരാൽ പീഡിപ്പിക്കപ്പെട്ട അവസരത്തിൽ കുരിശുയുദ്ധത്തിൽ പങ്കെടുക്കാനായി
ഇംഗ്ലണ്ടിലെ പ്രഭുവായിരുന്ന ബാരൺ ഡി ഗ്രേയും പാലസ്തീനയിലെത്തിയിരുന്നു. അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ കർമ്മല സന്യാസികളിൽ കുറച്ചുപേരെ തന്നോടൊപ്പം കൊണ്ടുപോരുകയും ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജിലെ ഐൽഫോർഡ് എന്ന സ്ഥലത്ത് അവർക്ക് താമസസൗകര്യം ഒരുക്കുകയും ചെയ്തു. വിശുദ്ധ ജീവിതത്തിൻ്റെയും തീഷ്ണത നിറഞ്ഞ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും മാതൃഭക്തിയുടെയും ഉടമയായ അന്നത്തെ പ്രിയോർ ജനറൽ ആയിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് 1251 ജൂലൈ 16 പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു. അമ്മ പറഞ്ഞു, കുഞ്ഞേ, എൻ്റെ പ്രിയ മകനെ, ഇതാ നിന്റെ സഭയുടെ തിരുവസ്ത്രം അഥവാ ഉത്തരീയം. ഈ വിശുദ്ധ വസ്ത്രം എന്നോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിൽ ഭക്തിപൂർവം ധരിക്കുക. ഇത് ഭക്തിപൂർവം ധരിച്ചുകൊണ്ട് മരിക്കുന്ന യാതൊരുവനും നിത്യനാശത്തിൽ ഉൾപ്പെടാതെ ഞാൻ എൻ്റെ കരങ്ങളിൽ താങ്ങും. ഇതു രക്ഷയുടെ ചിഹ്നവും ആപത്തിൽ ആശ്രയവും ശാശ്വത സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അച്ചാരവുമാകുന്നു. ഇത് ഭക്തിപൂർവം ധരിക്കുന്നവരെ ഞാൻ എന്നും സംരക്ഷിക്കും. എൻ്റെ ശക്തിയേറിയ പിന്തുണ അവർക്ക് ഉറപ്പിക്കാം. മരണനേരത്ത് ഒരമ്മയെപ്പോലെ ഞാൻ അവരെ ശുശ്രൂഷിക്കുകയും നിത്യ നരകാഗ്നിയിൽ അകപ്പെടാതെ അവരെ രക്ഷിക്കുകയും ചെയ്യും. കരങ്ങളടിച്ച് മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഉത്തരീയം വഴി സംഭവിച്ച അത്ഭുതങ്ങൾ വിശുദ്ധ സൈമൺ സ്റ്റോക്ക്, വിശുദ്ധ അൽഫോൻസ് ഗോരി, വിശുദ്ധ ഡോൺ ബോസ്കോ എന്നിവരുടെ കബറിടങ്ങൾ വർഷങ്ങൾക്ക് ശേഷം തുറന്നപ്പോൾ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ വസ്തുത അവരുടെ വിശുദ്ധ ശരീരങ്ങളും ധരിച്ചിരുന്ന തിരുവസ്ത്രങ്ങളും പൊടിയായി മാറിയിരുന്നെങ്കിലും അവർ ധരിച്ചിരുന്ന ഉത്തരീയങ്ങൾക്ക് യാതൊരു കേടും സംഭവിക്കാതെ കാണപ്പെട്ടു. ഇന്നും അവ സൂക്ഷിക്കപ്പെടുകയും പൊതുദർശനത്തിന് വയ്ക്കുകയും ചെയ്തു വരുന്നു. കരങ്ങളടിച്ച് മഹത്വപ്പെടുത്തുക. അമ്മയെ അത്യധികം സ്നേഹിച്ച മക്കൾ വിശുദ്ധ ഡോൺ ബോസ്കോ, വിശുദ്ധ അൽഫോൻസ് ഗോരി, വിശുദ്ധ അസീസി, വിശുദ്ധ അഗസ്റ്റിൻ, വിശുദ്ധ അമ്മ ത്രേസ്യ, വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധരായ വിശുദ്ധര് മുഴുവൻ അമ്മയെ സ്നേഹിച്ചു, അമ്മയെ സ്നേഹിച്ചു. അമ്മയെ കണ്ടറിഞ്ഞ മക്കൾ നമുക്കറിയാമല്ലോ. അതിൽ നമുക്കറിയാം ബെർണഡിറ്റ് ലൂർദിലെ ഇപ്പോഴും ചെന്ന് കണ്ടാൽ കാണാൻ പറ്റും. എന്താ, നല്ല റോസാദളം പോലെ അഴകാതെ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. ബലി അർപ്പിക്കുവാൻ പോകുന്നതിന് മുമ്പ് മണിക്കൂറുകൾ മുമ്പേ ഉണർവോടെ ജപമാല ചൊല്ലി ബലി അർപ്പിക്കാൻ ഒരുങ്ങിയിരുന്ന പാദ്രെ പിയോ എന്ന വിശുദ്ധൻ ഇന്ന് നമുക്ക് ഇറ്റലിയിൽ പോയി കാണാൻ പറ്റും. എന്താ, ഇന്നും ആ താടിരോമൊക്കെ നിൽക്കുന്ന കഴിഞ്ഞാൽ ചെന്ന് കൊതിയോടെ പിടിക്കാൻ തോന്നും. അതുപോലെ ഇന്നും അഴുകാതെ സൂക്ഷിക്കുക അമ്മ. ഹല്ലേലൂയ. മിസ്റ്റർ ജോൺ മരിയ വിയാനി ഇന്നും അതുപോലെ തന്നെ. എന്താ പ്രിയമുള്ളവർ, ഈ പ്രതിഭാസങ്ങൾ എത്ര ശാസ്ത്രം വളർന്നാലും എത്ര ആധുനികത വളർന്നാലും ഇതിന് ഉത്തരവുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് എളിമയോടെ ചിന്തിക്കാം. ഏതു ശാസ്ത്രങ്ങളും ഏത് ഉന്നതിയും ഏത് പാണ്ഡിത്യവും ഒക്കെ ദൈവിക ജ്ഞാനത്തിന്റെ പ്രതിഫലനങ്ങളാ. ശാസ്ത്രമൊക്കെ ഏറ്റവും ശ്രേഷ്ഠം തന്നെയാ, പക്ഷെ ദൈവത്തിന്റെ ദാനമാ, ഒരിക്കലും ദൈവത്തെക്കാൾ അധികമല്ല. ഹല്ലേലൂയ. പലപ്പോഴും നമ്മളൊക്കെ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ വരും, ഓ ഭയങ്കരം. എന്താ, സർവജ്ഞനായ ദൈവത്തിന്റെ മുമ്പിൽ അവിടുത്തെ ജ്ഞാനത്തിന്റെ ഉൾപ്പൊരുള, ശാസ്ത്രത്തിന്റെ ഫോർമുല. വലതുകരമുത്തി ഹല്ലേലൂയ. അതുകൊണ്ടാ സൂര്യനെ ഉടയാടിയാക്കിയ സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങളുള്ള കിരീടം എന്നു പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന്റെ അമ്മയെ എങ്ങനെ ആദരിക്കുന്നേ? സൂര്യൻ പറയുന്നു, മറിയമേ നിനക്ക് ഞാൻ ഉടയാട തീർക്കാം. ഞാൻ ഭാവന പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. സൂര്യൻ വന്ന് മറിയത്തിന് വസ്ത്രം തീർക്കുകയാ. ഉടനെ ചന്ദ്രൻ ഓടി വന്ന് അവൾക്ക് പാദപീഠം ഒരുക്കുകയാ. അപ്പൊ നക്ഷത്ര സഞ്ചയം വന്ന് അവൾക്ക് കിരീടം തീർക്കുകയാ. വെളിപാടിലെ സ്ത്രീ ഇതെങ്ങനെയാ ഇത് മാതാവാണെന്ന് അറിയുന്നത് എങ്ങനെയാ? പോൾ ആറാമൻ പാപ്പ തന്റെ തിരുവെഴുത്തിലൂടെ പറയുന്നുണ്ട്, സിഗ്നം മാഗ്നം അഥവാ വലിയ അടയാളം, ദി ഗ്രേറ്റ് സൈൻ
ആ തിരുവെഴുത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വെളിപാടിലെ സ്ത്രീ പരിശുദ്ധ മറിയമാണെന്ന് വിവക്ഷിക്കുന്നു. തിരുസഭയുടെ പ്രതീകം എന്നും അതിന് വ്യാഖ്യാനമുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, സർവപ്രപഞ്ചത്തിൻ്റെയും നാഥന്റെ അമ്മയെ സർവപ്രപഞ്ചത്തിനും ആദരവോടെ ശിരസ് നമിക്കും എന്ന് പറഞ്ഞാൽ, എത്ര കാറ്റും മഴയും പ്രളയവും ഉരുൾപൊട്ടലും എന്തുമാത്രം വന്നോട്ടെ, പരിശുദ്ധ അമ്മ എന്ന പ്രപഞ്ചനാഥന്റെ അമ്മയുടെ എളി കയറി അമ്മേനെ കെട്ടിപ്പിടിച്ചിരുന്നാൽ മതി, ഒന്നും സംഭവിക്കുകയല്ല. വലതുകരമൂർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാ പറഞ്ഞ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം തകർന്നു പോകുമെന്ന്? നമ്മൾ കരഞ്ഞു വിളിച്ച് പറയാ, പ്രാർത്ഥിക്കാറില്ലേ, എൻ്റെ കർത്താവേ തീർന്നു, കർത്താവേ സർവ്വം തീർന്നു, കുടുംബം കുട്ടിച്ചോറായി. ഒന്നും സംഭവിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഒന്നും സംഭവിക്കുകയില്ല. ഇത്ര ശക്തയായ ധീരയായ ഒരമ്മ നമ്മുടെ കുടുംബത്തെ ഭരിക്കുമ്പോൾ, സമാധാനത്തിന്റെ രാജ്ഞി എന്ന് വിളിക്കുമ്പോൾ, അമ്മ സമാധാനത്തിന്റെ വലിയ നിർദ്ധരി പെയ്തിറങ്ങി നമ്മുടെ കുടുംബത്തെ സമാധാനത്താൽ നിറയ്ക്കും. വിവേക ഐശ്വര്യമുള്ള കന്യക എന്ന് വിളിക്കുമ്പോൾ വിവേകത്തിന്റെ നിറവ് നൽകി ഈ അമ്മ നമ്മുടെ കൂടെ നിൽക്കും. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, അമ്മ ബോധവും ജ്ഞാനവും പകർന്നു തരും. ഇനിയോ നമ്മൾ ലുത്തിനിയ ചൊല്ലിയാലേ എങ്ങനെ? മാലാഖമാരുടെ രാജ്ഞി, ബാബാന്മാരുടെ രാജ്ഞി, സ്ത്രീഹന്മാരുടെ രാജ്ഞി, വേദസാക്ഷികളുടെ രാജ്ഞി, വന്ദകരുടെ രാജ്ഞി, കന്യകളുടെ രാജ്ഞി ചൊല്ലാറില്ലേ? എന്താ സംഭവിക്കുന്നത്? വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? ഒരു മഹോന്നത മഹിള, അവളെ നിങ്ങൾ നിങ്ങൾ ക്ഷണിക്കുമ്പോൾ അവൾ മാത്രമല്ല, കൂടെ സന്നാഹവും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. തേനീച്ചകളെ കണ്ടിട്ടുണ്ടോ? തേനീച്ചയുടെ റാണി ഇല്ലേ, റാണി ഒറ്റയ്ക്കാണോ വരുന്നത്? പിന്നെ ആരൊക്കെ ഉണ്ടാവും? തേനീച്ച കൂട്ടങ്ങൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. കേന്ദ്രത്തിൽ നിന്നും ഒരു വനിതാ മന്ത്രി ഇവിടെ വന്നിരിക്കട്ടെ, ഒറ്റയ്ക്കാണോ വരുന്നേ? പിന്നെ ബ്ലാക്ക് കാറ്റ്സ്, സെക്യൂരിറ്റി ഉണ്ടാവും. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, മാലാഖമാരുടെ രാജ്ഞി എന്ന് നമ്മൾ വിളിക്കുമ്പോൾ ഈ രാജ്ഞിയോടൊപ്പം മാലാഖമാർ വന്ന് നമ്മുടെ കുടുംബത്തിന് കാവല് കെട്ടും. പ്രൈസ് ദി ലോർഡ്. ബാവാന്മാരുടെ രാജ്ഞി ബാവാന്മാർ വരും, സ്ത്രീഹന്മാരുടെ രാജ്ഞി സ്ത്രീഹന്മാർ വരും, വേദസാക്ഷികളുടെ രാജ്ഞി വേദസാക്ഷികൾ വരും, വന്ദകരുടെ രാജ്ഞി വന്ദകർ വരും, കന്യകളുടെ രാജ്ഞി കന്യകൾ വരും, രക്തസാക്ഷി രാജ്ഞി രക്തസാക്ഷികൾ വരും. അങ്ങനെ സ്വർഗം മുഴുവൻ ഒരു ജപമാല പ്രാർത്ഥന വിശ്വാസത്തോടെ ചെയ്യുന്ന കുടുംബത്തിന് ചുറ്റും സ്വർഗം മുഴുവൻ കാവല് കെട്ടും. ഹല്ലേലൂയ. ഇത് പണ്ടത്തെ തലമുറയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു. വലിയ അറിവും വലിയ വിദ്യാഭ്യാസവും ഒന്നും ഇല്ലായിരുന്നെങ്കിലും അന്ന് അവർ പിടിച്ചു നിന്നത് ഈ ജപമാല പ്രാർത്ഥനയുടെ ആഴങ്ങളിലാണ്. കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. അതുകൊണ്ട് ഈ ജപമാല ഭക്തിയോടൊപ്പം ഉത്തിരീയ ഭക്തിയും, മാതാവ് പറഞ്ഞൊരു കാര്യം എന്നറിയാമോ? ഉത്തിരീയ ഭക്തി പ്രചരിപ്പിക്കുന്ന എല്ലാ മക്കളെയും ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെ കണ്ടാൽ മാത്രമേ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അതൊക്കെ ശരിയാണോ, അതൊക്കെ ഇവൻ പറഞ്ഞതാണോ? നിഷ്കളങ്കമായി വിശ്വസിച്ചാൽ അത് അങ്ങനെ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഉത്തിരീയം നമ്മളെ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ള ഒരു ചിന്ത ഇതിനു മുമ്പ് ഞാനിവിടെ പങ്കുവെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്ന, എങ്കിലും ഒന്നുകിൽ കൂടി പറയുക. ഉന്നം തെറ്റി പക്ഷേ ഉത്തിരീയം കാത്തു. സലേഷ്യൻ സഭാഗമായ ഒരു വൈദികന്റെ സാക്ഷ്യമാണിത്. പേര് ഫാദർ പൗലോസ് SDB. വായിക്കട്ടെ. മാതാവിൻ്റെ ഉത്തിരീയത്തിന് ഇത്രമാത്രം സംരക്ഷണ ശക്തിയോ വിശ്വസിക്കാൻ മടി തോന്നും. പക്ഷേ ഇതൊരു കെട്ടുകഥയല്ല, ജീവിക്കുന്ന സാക്ഷ്യമാണ്. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം തേടുന്ന ഒരു ആത്മാവ് ഒരിക്കലും നശിച്ചു പോവുകയോ ദുർമരണപ്പെടുകയോ ഇല്ലെന്ന് ഈ സാക്ഷ്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ വായിക്കുകയാണ്. അച്ഛൻ എഴുതുക. ഞാനന്ന് പട്ടം സ്വീകരിക്കാൻ ഒരുങ്ങുകയായിരുന്നു. അന്ന് വൈദികർക്ക് പട്ടം നൽകിയിരുന്നത് അവർ പഠിച്ചിരുന്ന സെമിനാരികൾ വെച്ചായിരുന്നു. അങ്ങനെ പട്ടത്തിൻ്റെ തലേ ദിവസം വന്നെത്തി. പിറ്റേ ദിവസം പട്ടം സ്വീകരിക്കാൻ പോകുന്ന ഡീക്കന്മാരുടെ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും തലേ ദിവസം തന്നെ സെമിനാരിയിൽ വന്നെത്തി. ഇവർക്കെല്ലാം വെച്ചു വിളമ്പുക എന്നത് നല്ല പണി തന്നെയാണ്. കാളയെയും പോത്തിനെയും എല്ലാം അന്ന് കൊല്ലുമായിരുന്നു. അങ്ങനെ ഉച്ചയൂണ് കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയം
ഒരു ഡീക്കനച്ഛൻ 2-ാം നിലയിലുള്ള വരാന്തയിൽ കൂടി നടന്ന് പ്രാർത്ഥന എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ്റെ കൂടെ മറ്റു ഡീക്കന്മാരും പ്രാർത്ഥിച്ചുകൊണ്ട് വരാന്തയിലൂടെ നടന്നിരുന്നു. കാളയുടെയും പോത്തിൻ്റെയും അവശിഷ്ടങ്ങൾ കൊത്തി വലിക്കാനായി കാക്കകൾ കൂട്ടം കൂട്ടമായി വന്നു ചേർന്നിരുന്നു. അവ സെമിനാരികളുടെ മുകളിലെ വരാന്തയിലും അരഭിത്തിയിലും വന്നിരുന്ന് ബഹളം വെക്കാൻ തുടങ്ങി. ഓടിച്ചു വിടാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ കുശിനിക്കാരൻ ചേട്ടൻ പറഞ്ഞു, ഇവറ്റകൾ പോകണമെങ്കിൽ ഇവയിൽ ഒന്ന് ചാകണം. ഇതും പറഞ്ഞ് അയാൾ അകത്തുപോയി ഒരു തോക്കുമെടുത്ത് തിരികെ വന്ന് വളരെ കഷ്ടപ്പെട്ട് 2-ാം നിലയിലുള്ള ഒരു കാക്കയെ ഉന്നം വെച്ച് ഒറ്റ വെടിവെച്ച കേട്ടതും എൻ്റെ അമ്മയെ നിലവിളിച്ചുകൊണ്ട് ഡീക്കനച്ഛൻ നിലത്ത് വീണു. കുശിനിക്കാരൻ ചേട്ടൻ്റെ ഉന്നം തെറ്റി കാക്കയുടെ നെഞ്ചിൽ കൊള്ളേണ്ട വെടി ഡീക്കൻ്റെ നെഞ്ചിലാണ് കൊണ്ടത്. നിലവിളി കേട്ട് സകലരും ഓടിക്കൂടി. ഡീക്കനെ വാരിയെടുത്തു. അച്ഛൻ ബോധം കെട്ടുപോയിരുന്നു. നിമിഷ നേരം കൊണ്ട് ലോക അഴിച്ചു മാറ്റി ശരീരമെല്ലാം പരിശോധിച്ചു. പക്ഷേ ചോരയുടെ നേരിയ പാടുപോലും കണ്ടില്ല. അപ്പോഴതാ നെഞ്ചിൽ ഒട്ടിച്ചേർന്നിരിക്കുന്നു ഒരു വെന്തിങ്ങത്തട്ട്. മാതാവിൻ്റെ പടമുള്ള ഭാഗം ചരലിൽ നിന്നും വിട്ട് ചങ്കിനോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ അതാ നിലത്ത് വീണ് കിടക്കുന്ന വെടിയുണ്ട തറച്ചത് എവിടെയായിരുന്നെന്നോ? മാതാവിൻ്റെ ഉത്തിരിയ തട്ടിൽ. ഇത് മാതാവിനോടുള്ള സ്നേഹത്തിൻ്റെ കയ്യടി ആയിരുന്നില്ല. അതുകൊണ്ട് മാതാവിന് കയ്യടി കൊടുത്തേ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, കർത്താവേ, ഞാൻ ചില കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഞാൻ മനസ്സ് വെക്കണം എന്നൊരു ധ്വനിയുണ്ട് അതിന്. പ്രൈസ് ദി ലോർഡ്. ഇതാ ഞാൻ പറഞ്ഞ പ്രിയമുള്ളവരെ, കർത്താവിന് കൊടുക്കുമ്പോൾ എന്തും നല്ലത് കൊടുക്കാൻ നാം പരിശ്രമിക്കണം. അത്ര മാത്രമേ കർത്താവ് നമ്മോട് അടുത്ത് നിൽക്കുകയുള്ളൂ. യേശുവേ നന്ദി. അടുത്ത ഒരു കാര്യം വായിക്കുകയാണ്. ഒരു കർമ്മലോത്രീയത്തിൻ്റെ തണലിൽ ഒരു ലേഖനം. ഒരു ധ്യാനഗുരു പങ്കുവെച്ച അനുഭവം ഓർക്കുന്നു. ദുഃഖത്താലും നിരാശയാലും മനം മടുത്ത് ആത്മഹത്യയുടെ വക്കത്തെത്തി നിൽക്കുന്ന വേളയിലാണ് അവൾ ഒരു പെൺകുട്ടി ആരുടെയോ നിർബന്ധത്തിന് വഴങ്ങി ആ പെൺകുട്ടി ധ്യാനത്തിന് വന്നത്. അവൾ ധ്യാനഗുരുവായ വൈദികനോട് തൻ്റെ വേദനകൾ പങ്കുവെച്ചു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയിൽ നിന്നും ഏൽക്കേണ്ടി വരുന്ന ശാരീരിക പീഡനമായിരുന്നു അവളെ തളർത്തിയത്. അച്ഛൻ പരിഹാരം നിർദ്ദേശിച്ച് ഇപ്രകാരമായിരുന്നു: ഓരോ പ്രഭാതത്തിലും മോൾ പരിശുദ്ധ മാതാവിൻ്റെ സംരക്ഷണം തേടണം. ഈശോയുടെ തിരുഹൃദയത്തിനും മാതാവിൻ്റെ വിമല ഹൃദയത്തിനും തന്നെ പ്രതിഷ്ഠിക്കണം. എന്നും ജപമാല ഭക്തിയോടെ അർപ്പിക്കണം. സകല വിശുദ്ധരുടെ ലുത്തിനിയ ചൊല്ലി പ്രാർത്ഥിക്കണം. സാധിക്കുമെങ്കിൽ അനുദിന ദിവ്യബലിയിൽ പങ്കെടുത്ത് തന്നെ ഉപദ്രവിക്കാൻ വരുന്ന വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടി ക്ഷമിച്ചു പ്രാർത്ഥിക്കണം. എന്നിട്ട് ഒരു ഉത്തിരിയം അവൾക്ക് നൽകി അച്ഛൻ പറഞ്ഞു, ഈ വെന്തിങ്ങ മോൾ ഭക്തിയോടെ ധരിക്കണം. നമ്മുടെ അമ്മ എല്ലാ വിപത്തുകളിൽ നിന്നും മോളെ സംരക്ഷിച്ചു കൊള്ളും. നാളുകൾ കഴിഞ്ഞ് അച്ഛൻ വീണ്ടും ആ പെൺകുട്ടിയെ കാണാനിടയായി. തികഞ്ഞ സന്തോഷത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും അടിയുറച്ച് മുന്നേറുന്ന അവൾ ഏറെ ദൈവിക സ്വാതന്ത്ര്യവും പരിശുദ്ധാത്മ ആനന്ദവും അനുഭവിക്കുന്നെന്ന് അച്ഛന് മനസ്സിലായി. അവൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പറഞ്ഞു, അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ പ്രാർത്ഥനാ ജീവിതത്തിൽ ശ്രദ്ധ വെച്ചു. ഉത്തിരിയം ധരിച്ച അന്ന് മുതൽ ഈ സമയം വരെ പരിശുദ്ധ മാതാവിൻ്റെ പരിപൂർണ സംരക്ഷണയിലാണ് ഞാൻ. എന്നെ ഉപദ്രവിച്ച വ്യക്തിയിൽ നിന്നും ഒരു തിക്താനുഭവമോ തെറ്റായ സമീപനമോ പിന്നീട് ഉണ്ടായിട്ടേയില്ല. കരങ്ങളടിച്ച് മഹത്വപ്പെടുത്തുക. മൂന്ന്, പ്രിയമുള്ളവരെ, ക്രിസ്ത്യൻ ധ്യാനവും ഉത്തിരിയവും. നമ്മുടെ ബാലകൗമാര യൗവനങ്ങളെ വിരൽ ചൂണ്ടി ഒന്ന് പറയട്ടെ. ക്രിസ്ത്യൻ ധ്യാനവും ഉത്തിരിയവും ഞാൻ വായിക്കുന്നില്ല, ഞാൻ പറഞ്ഞു പോവുകയാണ്. തൊടുപുഴ അടുത്ത് ഏഴുമുട്ടം എന്ന് പറയുന്ന താബോർ ധ്യാന കേന്ദ്രമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളന്ന് വചനവേദിയിലൊന്നും ആയിട്ടില്ല. ഞങ്ങളിങ്ങനെ അല്പം പ്രേക്ഷിത പ്രവർത്തനമൊക്കെയാണ്. കരിങ്ങാലി വെള്ളം കൊടുക്കുക, ബ്രെഡ് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ശുശ്രൂഷയിൽ പ്രേക്ഷിതരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളൊരു ക്രിസ്ത്യൻ ധ്യാനം സംഘടിപ്പിച്ചു. അങ്ങനെ ഒരു ഞായറാഴ്ച വൈകുന്നേരം ക്രിസ്ത്യൻ ധ്യാനം ആരംഭിക്കുന്നു. ഒരു 10ാം ക്ലാസ്സുകാരനെ കൊണ്ട് പപ്പ വന്നു അവനെ ധ്യാനം കുടിപ്പിക്കാൻ വേണ്ടി. പേര് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ ചോദിച്ചു, എന്തിനാ പപ്പ നമ്മൾ വന്നേ? പപ്പ പറഞ്ഞു, മോനെ നീ ധ്യാനിക്കാൻ വന്നതാ, നിന്നെ ധ്യാനിക്കാൻ കൊണ്ടുവന്നതാ. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് വേണം, ഞാൻ ധ്യാനിക്കല്ല, ഞാൻ പോവാ. ആ മോനെ ധ്യാനിക്കടാ. എനിക്കിഷ്ടമല്ല. പിന്നെ പപ്പ ചുമ്മാ എന്തിനും, ഞാൻ വീട്ടിൽ വല്ല കളിച്ചു നടന്നോളാം, എനിക്ക് പറ്റിയല്ല. ഈ 10ാം ക്ലാസ്സുകാരൻ ഈ
പപ്പയെ അനുസരിക്കുന്നില്ല. ഞങ്ങൾ പറഞ്ഞു, മോനെ ധ്യാനം കൂടും, നല്ല ധ്യാനമാണ്, പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, ആക്ഷനുണ്ട്, നല്ല രസമാണ്, ഒത്തിരി പിള്ളേരുണ്ടല്ലോ. ഇവൻ പറഞ്ഞു വേണ്ട 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 വേണ്ട. ഇവന് ഓടിച്ചെന്ന് കാറേ കയറി. പപ്പ അവസാനം പറഞ്ഞു അവന് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, പോയേക്കാം. ഞാൻ പറഞ്ഞു പപ്പ ഒന്ന് ശ്രമിച്ചു നോക്ക്, അവൻ നിൽക്കുവാണെങ്കിൽ നിൽക്കട്ടെ. അവൻ നിർബന്ധിച്ച് ഇനിയിപ്പോൾ പ്രശ്നം ഉണ്ടാക്കണ്ട, പോയേക്കാം. പപ്പയും ചെന്ന് കാറേ കയറി പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഓടിച്ചെന്നു, മോനെ നീ പോകണേ പൊക്കെ, നിന്റെ ബാഗ് അവിടെ കൊണ്ട് വെച്ചിരിക്കുക, രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് ബാഗ് കൊണ്ട് വെച്ചിരിക്കുക, അതെടുത്തിട്ട് പോകാൻ പറഞ്ഞു. ഉടനെ ഇവൻ ഡോർ തുറന്ന് ഓടി ഇറങ്ങി ബാഗ് എടുക്കാൻ വന്നത്. ഞാൻ പപ്പയോട് പറഞ്ഞു പപ്പ വിട്ടോളാൻ പറഞ്ഞു. പപ്പ വിട്ടുപോയി. അവൻ പപ്പ 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 എന്ന് ഓടി. എന്നിട്ടോ അവൻ ആ ബഹളം ഉണ്ടാക്കി, നിങ്ങൾ എന്തിനാ എന്നെ പിടിച്ചു നിർത്തുന്നത്, എനിക്ക് വേണമെന്ന് പറഞ്ഞ് ബഹളമാണ്. പ്രിയമുള്ളവരെ, ഏതായാലും അവനെ അനുനയമൊക്കെ ചെയ്ത് വിളിച്ച് കൊണ്ടുവന്ന് ധ്യാനം കൂടിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിച്ചു. ധ്യാന ഹാളിൽ കയറി വൈകുന്നേരം ധ്യാനം ആരംഭിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഞങ്ങൾ പറയുന്ന പോലെയൊക്കെ പിള്ളേർ പറയുന്നു. പിന്നെ ഞങ്ങളൊരു ആക്ഷൻ സോങ് കളിച്ചു, പിള്ളേരും ചേർന്ന് കളിച്ചു. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും പിള്ളേർ ധ്യാന ട്രാക്കിലായി. പക്ഷേ യേശുവേ നന്ദി, യേശുവേ സ്തുതി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കഥാനായകൻ ചാടി ഇറങ്ങി ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. അവൻ മുറിയിൽ പോയി വാതിലടച്ചിരിക്കുക. ഞങ്ങൾ ചെന്നു, മോനെ വാ. അവൻ വന്നില്ല. വേണ്ട വേണ്ട, ഞാൻ വരികയല്ല, ഞാൻ വരിക, എനിക്ക് പേടിയാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി എന്ന് പറയുമ്പോൾ പേടിയും പരിഭ്രമം ഉണ്ടാകണമെങ്കിൽ അത് ഏത് അരൂപിയാണ് പ്രിയമുള്ളവർ. ഞങ്ങൾക്ക് മനസ്സിലായി നിസ്സാര കേസൊന്നുമല്ല. 10ാം ക്ലാസ്സിലാണെങ്കിലും അല്പം മുറ്റ കേസാ. എന്താണെങ്കിലും അവിടുത്തെ പെരിയ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ പള്ളിക്കുന്നേൽ അച്ഛൻ കരിസ്മാറ്റിക് നവീകരണത്തിലെ തലതൊട്ട അപ്പനായി തന്നെ ഉള്ളവരിൽ ഒരാളാണ് അച്ഛൻ. അച്ഛൻ ഇപ്പം ഇല്ല, അച്ഛൻ മരിച്ചുപോയി. അന്ന് അച്ഛൻ അവിടുത്തെ ഡയറക്ടറാണ്. ഏതായാലും അച്ഛൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവനെ കൊണ്ട് പിറ്റേ ദിവസം അച്ഛൻ്റെ മുറിയിൽ ചെന്നു. അച്ഛനെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. കണ്ടിട്ടുള്ളവർക്ക് കാര്യങ്ങൾ ഉയർത്താമോ? അച്ഛനെ കണ്ടിട്ടുള്ളവർ അവിടെ സ്റ്റേഴ്സൊക്കെ ഉണ്ട്, കുറേ പേരുണ്ട്. 1 അടി പൊക്കമുണ്ട് അച്ഛന്. അതിനടുത്ത ശബ്ദവും ഭയങ്കര അജാനുബാഹുവ അച്ഛൻ. അച്ഛൻ്റെ മുറി ഞങ്ങളൊരു 3 പേര് കൂടി ഇവനെ പിടിച്ചുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് ചെന്നു. അച്ഛൻ്റെ മുറി കൊട്ടി. ഉച്ച കഴിഞ്ഞ സമയമാണ്. അച്ചോ ആരാത് ഒരൊറ്റ ഡയലോഗ് കേട്ടതും ഈ നായകൻ ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. ഞങ്ങൾ പിടിച്ചോണ്ട് വന്നു. പിടിച്ചോണ്ട് വന്നവനെ പിടിച്ചു നിർത്തി. അച്ഛൻ വാതിൽ തുറന്നു. എന്താ ഒരു ചോദ്യം. ഞാൻ പറഞ്ഞു, അച്ഛാ ഈ കൊച്ചിന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ക്ലാസ്സിലിരിക്കാൻ പറ്റുന്നില്ല. എന്നാടാ എന്നും ചോദിച്ചുകൊണ്ട് അച്ഛൻ ആ പയ്യൻ്റെ തലയിലേക്ക് പിടിച്ചു. അച്ഛൻ പിടിച്ചത് ഇവനിങ്ങനെ ഇങ്ങനെ അസ്വസ്ഥപ്പെടാൻ തുടങ്ങി. ഉടനെ അച്ഛൻ കുറെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഈ ഷർട്ടിൻ്റെ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ ഇങ്ങനെ നിവർത്തിയിട്ട് നിന്റെ കഴുത്തേ കിടക്കുന്ന എന്താടാന്ന് ചോദിച്ചു. എന്നിട്ട് അച്ഛൻ കൈയിട്ട് അവൻ്റെ കഴുത്തിൽ നിന്നും ഒരു ചരട് വലിച്ചൂരി ഇങ്ങെടുത്തു. ഒരു ചരട്, അതിൻ്റെ അഗ്രത്തൊരു കുരിശ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. അച്ഛൻ ആ കുരിശിലേക്ക് നോക്കി ഒന്ന് ചിരിച്ചു. ഞാൻ ചോദിച്ചു, എന്നാ അച്ഛാ നിങ്ങൾ നോക്കിക്കാന്ന് പറഞ്ഞ് കുരിശ് കാണിച്ചു. സാധാരണ കുരിശ കിടക്കുന്നത് ആരുടെ രൂപമാണ്? ഈശോയുടെ രൂപമാണ്. പക്ഷെ ഈ കുരിശിൽ കണ്ടത് ഒരു മനുഷ്യൻ്റെ അസ്ഥികൂടം. അങ്ങനെ ആലേഖനം ചെയ്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സഭാത്മകമായ ഒരു കുരിശല്ലെന്ന് ചുരുക്കം. ഏതോ കൂട്ടുകാരൻ അവന് കൊടുത്തു, അതവൻ ധരിച്ചു. അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, യേശു നാമം പോലും കേൾക്കാൻ പറ്റുന്നില്ല. അസ്വസ്ഥതയാ. അത് ഊരിയെടുത്തിട്ട് അച്ഛൻ ഒരു വെന്തിങ്ങ അവനെ അണിയിച്ച് നെറ്റിയിൽ കുരിശു വരച്ച് ഹന്നാവെള്ളം തളിച്ച് വിട്ടു. കുഞ്ഞാടിനെ പോലെ വന്നിരുന്നവൻ ധ്യാനം കൂടി. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, അന്ന് അച്ഛൻ പറഞ്ഞു, മക്കളെ ജപമാല ഭക്തി, ഉത്തിരിയ ഭക്തി, ഇതൊക്കെ നമ്മുടെ സഭയിൽ ഉണ്ടായിരുന്ന വലിയ മികവുറ്റ ഭക്തി വഴി തന്നെയാണ്. അതിന് ഇന്നും അതിൻ്റെ മങ്ങലുണ്ടായിട്ടില്ല. അത് പാരമ്പര്യത്തിൽ ചേർന്ന് കിടക്കുന്ന കാര്യമാണ്. നമ്മുടെ പൂർവികരൊക്കെ അതാ വെന്തിങ്ങ ധരിച്ചിരുന്നത്. ബെനഡിക്ട് 15ാമൻ പാപ്പ ആഹ്വാനം ചെയ്തു, എല്ലാ കത്തോലിക്കരും ഉത്തിരിയം ധരിക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. എന്താണെങ്കിലും അച്ഛൻ പറഞ്ഞു, നിങ്ങളിൽ പോകുന്നിടത്തല്ല ഈ വെന്തിങ്ങയെ കുറിച്ച് പറയണം കേട്ടോ, മാതാവിന് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞങ്ങളുടെ എളിയ ശുശ്രൂഷാ വേദിയിൽ ഉത്തിരിയം പ്രചരിപ്പിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെയെങ്കിലും
അവിടെ കയറാൻ പറ്റിയ രക്ഷപ്പെട്ടില്ലേ? ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക, ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയിൽ നിന്ന് അകന്ന് കുരിശ് പറയില്ല, പ്രാർത്ഥനയില്ല, കുർബാനയില്ല, ഒരു മന്ദിച്ച അവസ്ഥയിലുള്ള ബാലകൗമാര യൗവന ജീവിതങ്ങൾ കുറവല്ല. ശ്രദ്ധിക്കണമേ. ഏറെ മണിക്കൂറുകൾ കമ്പ്യൂട്ടർ ഗെയിം, വാട്സാപ്പ്, ഫേസ്ബുക്ക് ഇതിൽ കണ്ണു നട്ടിരിക്കുന്ന വ്യക്തി അതിലെ ചില ഫോർമുലാസുകൾ, അതിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചില ആശയങ്ങൾ, ചില സാത്താനീയ മെസ്സേജുകൾ, ചില സാത്താനീയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ അവരുടെ ചിന്ത, ഭാവന, ബുദ്ധി, അറിവ് ഇത് ദൈവീക വരപ്രസാദത്തിൻ്റെ ആ ജ്വലനത്തെ തടഞ്ഞ് മറിച്ച് സാത്താനീയ ചിന്തകളും ഭാവനകളും അറിവുകളും കൊണ്ട് നിറഞ്ഞ് വിശ്വാസത്തിൽ നിന്നും രക്ഷകനായ യേശുവിൽ നിന്നും അകന്നു പോകുന്ന ഒരു പ്രവണത സംജാതമാകുന്നു. ഒപ്പം വിപണിയിൽ ലഭ്യമാകുന്ന ചില ടീഷർട്ടുകൾ, അതൊക്കെ ഇവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ടീഷർട്ടുകൾ, ചില ജീൻസുകൾ, ചില കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ, ചില ചരടുകൾ, ചില കടുക്കൻസ്, അതുപോലെ തന്നെ ചില ടാറ്റൂസ്, ഇതൊക്കെ ധരിച്ചു കഴിഞ്ഞ് ക്രമേണ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്ന ചില ദുഷ്ടാരൂപിയുടെ അവരുടെ ആഭിചാര പ്രവർത്തനയുടെ ആലേഖനങ്ങൾ ഈ വസ്തുക്കളിൽ അവർ ചേർത്ത് വെച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ ഗെയിം ഇങ്ങനെ അതിന് അഡിഷൻ ആകുന്ന കുഞ്ഞ് പിന്നെ ഒരിക്കലും വളർന്നു വരുമ്പോൾ അവനൊരു പ്രാകൃത വ്യക്തിത്വമായി മാറും, സംശയമില്ല. അപ്പോ നമ്മൾ ജാഗരൂകരായിരിക്കുക. അതാണ് ഈ മരിയൻ കൺവെൻഷന്റെ ഒക്കെ പ്രസക്തി. പ്രിയമുള്ളവരെ, ഈ ത്രിത്വം, ഈ ദിവ്യ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി 3:15 നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തെ, ഈ ലോകത്തെ അടക്കി ഭരിക്കാമെന്ന് കരുതിയിരിക്കുന്ന സാത്താന് ഏറെ ശത്രുത മനോഭാവത്തോടെ പയറ്റുവാൻ, ആ ശത്രുവിനെ തുരത്തുവാൻ ദൈവം അയച്ചിരിക്കുന്ന സംരക്ഷണ കവച കോട്ടയാണ് പരിശുദ്ധ മറിയം. ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ എന്ന് മാത്രമല്ല, ലോകത്തിലെ സകല ജനപദങ്ങളും ഈ അമ്മയെ നാഥയും സംരക്ഷകമായി സ്വീകരിച്ചേ പറ്റൂ. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തെ ദുരന്തത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ അമ്മ നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞാൽ, കുടുംബങ്ങളിൽ ഭക്തിയോടെ ശ്രദ്ധയോടെ ഈ പ്രാർത്ഥന ഉണർന്നുയരണം. ഉത്തരീയം ധരിച്ച് ഭക്തിയോടെ ശ്രദ്ധയോടെ മുന്നേറണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാം ഇവിടെ ഉത്തരീയം ഇന്ന് പോകുന്നതിന് മുമ്പ് വിതരണം ചെയ്യും. ബഹുമാനപ്പെട്ട അച്ഛൻ വെഞ്ചരിച്ച് നിങ്ങൾക്ക് തരും. വലതുകരമൂർത്തി ഹല്ലേലൂയ. അത് ഭക്തിയോടെ ധരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വാഴ്ത്തപ്പെട്ട അലൻ പറയുന്നു. അലൻ പറഞ്ഞ കാര്യം എന്നറിയാമോ? അലൻ പറയുന്നത്, ഈ ഉത്തരീയം ധരിക്കുന്ന കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ സാത്താൻ അലറി ഓടും. എന്നിട്ട് പറയും, അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, അത് മറിയത്തിൻ്റെ കുഞ്ഞാന്ന് പറയുമെന്ന്. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, നമ്മൾ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ടാഗ് ഉണ്ടല്ലേ, സ്കൂളിന്, ഹോസ്പിറ്റലിന്. ഇനി ഇവിടെ തന്നെ കൗൺസിലേഴ്സ് പോണു ഉണ്ടോ, ടാഗ് കിട്ടാൻ പോകുന്നു. ഹല്ലേലൂയ. എന്താ? ഇവിടുത്തെ ശുശ്രൂഷകനാണ്, ഇവിടുത്തെ നേഴ്സാണ്, അല്ലെങ്കിൽ ഈ സ്കൂളിലെ കുട്ടി അംഗമാണ് എന്നതുപോലെ ഞാൻ മറിയത്തിൻ്റെ കുഞ്ഞാണെന്നുള്ള ടാഗാണ് വെന്തിങ്ങ അഥവാ ഉത്തരീയം. കരങ്ങളടിച്ച് മഹത്വപ്പെടുത്തുക. ആയതിനാൽ സഹോദരങ്ങളെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം കേട്ടോ. ഞാനത് നിങ്ങൾക്ക് അറിയത്തില്ല രീതിയിലല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ അറിയാം. എങ്കിലും നമുക്ക് ഒരു ഉജ്ജ്വലന ശോഭയോടെ ഈ നല്ല അമ്മയുടെ വക്താക്കളായി മാറുമ്പോൾ പിന്നെ നമ്മുടെ ജീവിതം ഉണ്ടല്ലോ, വെറും അപ്പൂപ്പൻ താടി പോലെ ഇങ്ങനെ പറന്ന് നടക്കുന്ന ലാഘവത്തോ, ഒരു ടെൻഷനും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താ കാര്യം? നമ്മൾ കാണുന്നില്ലേ, മാലാഖമാരാൽ കരയറ്റപ്പെട്ടു ഇല്ലേ അമ്മ ഇല്ലേ? ഒരു പെയിന്റിങ്സ് ഞാൻ കണ്ടു. എന്താ? ഒരു വലിയ സിംഹാസനത്തില് മാതാവിനെ സ്വർഗത്തിലേക്ക് ആരോപിക്കുക. കുഞ്ഞു മാലാഖമാരാ ഈ മാതാവിനെ പൊക്കിക്കൊണ്ട് പോകുന്നത്. കുഞ്ഞു മാലാഖമാർ അങ്ങനെയാ ചിത്രീകരിച്ചിരിക്കുന്നത്. കുഞ്ഞു ചിറകൊക്കെ വെച്ച് അവരാ ഈ സിംഹാസനം ഉയർത്തുന്നത്. ഞാൻ ചിന്തിച്ചു,
ഇത്രയും ഭാരം ഉള്ളോ മാതാവിന്? ഉള്ളോ? അത്രേ ഉള്ളൂ. കാരണം ഈ ലോകത്തിൻ്റെതായ ഒന്നും കയറ്റി വെച്ചില്ല തലയിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് ആ അമ്മയുടെ മോൻ ജലത്തിന് മുകളിലൂടെ നടന്നുപോയി. താന്നുപോയോ? ഇല്ല. കാരണം ലോകത്തിൻ്റെ ഒരു ഭാരക്കെട്ടും കയറ്റി വെച്ചില്ല. നമ്മളിന്ന് താന്നു പോകുന്ന കാരണം എന്നറിയാമോ? നമ്മുടെയൊക്കെ ധാരണ ഇത് മുഴുവൻ ഭരിക്കുന്ന ഞാനാന്നാ. കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ആകുലപ്പെടേണ്ട, ഉത്കണ്ഠാകുലയാകേണ്ട. പ്രിയമുള്ളവരെ, കർത്താവ് പറയുന്നു, ഞാനില്ലേ നിൻ്റെ കൂടെ. നമുക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. എന്താ? ഏത് പത്രവാർത്തയും ഏതു കള്ളത്തരവും ഏതു ചാനലിലെ വാർത്തകളൊക്കെ നമ്മൾ അപ്പാടെ വിശ്വസിക്കും, വിമർശിക്കും, വിധിക്കും. കർത്താവിൻ്റെ വചനം മാത്രം വിശ്വസിക്കുകയല്ല. പ്രൈസ് ദി ലോർഡ്. വരദകരമൂർത്തി ഹല്ലേലൂയ. കർത്താവ് എത്ര പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്. നമ്മൾ വിശ്വസിക്കുമോ? നമ്മൾ തയ്യാറല്ല. നമ്മൾ പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല, നമ്മുടെയൊക്കെ അവസ്ഥ അങ്ങനെയാ. എന്നാൽ അമ്മയോട് ചേർന്നിരുന്നാൽ പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം സ്വർഗത്തോളം വളരും, സ്വർഗത്തോളം ഉയരും. പിന്നെ അമ്മയോട് ചേർന്നുള്ളൊരു പ്രയാണമല്ലേ. നിങ്ങൾക്കെല്ലാം അനുഭവമുണ്ട്, പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മയുടെ പൊന്നു മക്കളാണ് നിങ്ങൾ ഓരോരുത്തരും. അങ്ങനെയെങ്കിൽ ഈ അമ്മയുടെ പ്രവി തിരുനാളിൻ്റെ സമ്മാനം അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മുടെ ജീവിതങ്ങളെ കൊടുക്കാനുള്ള സമർപ്പണമായി മാറട്ടെ. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.